ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകായിയായി കഴിയുകയാണ്, ഏകാന്ത തടവുകാരനായി കഴിയുകയാണ്. നല്ല വാർദ്ധക്യമാവുകയും ചെയ്തിരിക്കുന്നു. ശരീരം ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷേ മനസ്സ് ക്ഷീണിച്ചില്ല. കാരണം കർത്താവിലുള്ളതായ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. വിശ്വാസവും സ്നേഹവും പ്രത്യാശയും അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പോസ്തലൻ്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3 ലേഖനങ്ങൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നവയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ വെളിപ്പാട് പുസ്തകം പ്രത്യാശയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇത് 3ഉം കൈമുതലാക്കിക്കൊണ്ടാണ് അപ്പോസ്തലൻ അവിടെ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ പീഡകൾ സഹിക്കാൻ പറ്റുകയില്ലല്ലോ. ഈ ദുരിതവും യാതനയും ഒറ്റപ്പെടുന്ന അനുഭവവും ആരോരും അടുക്കൽ ഇല്ലാതിരിക്കുന്ന സ്ഥിതിയും ഈ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണവും ക്ലേശവും ഇതെല്ലാം സഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ ജ്വലിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസവും പ്രത്യാശയും ഹൃദയത്തിൽ കത്തി നിൽക്കുന്നത് കൊണ്ടാണ്. നമുക്കും അങ്ങനെയാണ്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനുള്ളതായ സ്നേഹം ജ്വലിച്ചു നിന്നാൽ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നും നമ്മെ തൊടുകയില്ല. ക്രിസ്തുവിനുള്ളതായ സ്നേഹം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള പ്രത്യാശ, യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ, ഉള്ളിൽ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തിയാൽ ഒന്നും നമ്മെ തൊടുകയില്ല. ഒരു പ്രശ്നവും നമ്മെ ബാധിക്കുകയില്ല. ഒരു ബാധയും നിന്നോട് അടുക്കുകയില്ല. അവനൊരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ നിന്നെ പരിപാലിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. ദൈവത്തിൻ്റെ വചനമാണത്. ക്രിസ്തുവിനുള്ളതായ പ്രത്യാശ, ക്രിസ്തുവിനുള്ളതായ വിശ്വാസം, ക്രിസ്തുവിനുള്ളതായ സ്നേഹം, ഇത് 3ഉം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3ഉം നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3ഉം നിലനിൽക്കുന്നു. ഇതെല്ലാം നമ്മുടെ സ്വത്തായിരിക്കണം. സ്വത്ത്, നാം ഇന്ന് സ്വത്തെന്നൊക്കെ പറയുമ്പോഴെന്താ, ഭൂമിയിൽ സമ്പാദിക്കുന്ന സ്വത്ത്, നമ്മൾ ശമ്പളം വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ വിറ്റോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചുക്ക് വിറ്റോ കുരുമുളക് വിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നത്, രൂപ അല്ലെങ്കിൽ ഭൂമി, ഇതൊന്നുമല്ല സ്വത്ത്. യഥാർത്ഥമായ സ്വത്ത് ക്രിസ്തുവിനുള്ളതായ സ്നേഹമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസം കാണും. ക്രിസ്തുവിനുള്ള സ്നേഹം അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ സ്വത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന്. ഈ സ്വത്ത്, ക്രിസ്തുവിനുള്ളതായ സ്നേഹം, ക്രിസ്തുവിനുള്ള വിശ്വാസം, ക്രിസ്തുവിനുള്ളതായ പ്രത്യാശ, നിങ്ങൾ ചിന്തിക്കൂ, ഈ സ്വത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടോ ഇന്ന്? ഈ സമ്പത്ത്, ഈ ഭൂമിയിൽ നിന്ന് നേടുന്ന സമ്പത്തെല്ലാം പോകും, എല്ലാം പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്തെല്ലാം നേടിയാലും, എത്ര രൂപ വരുമാനമുണ്ടെങ്കിലും അതെല്ലാം ക്ഷയിച്ചു പോകും, അതെല്ലാം പറന്നു പോകും, വിട്ടുപോകും. അല്ല, ഈ ഭൂമിയിൽ അതെല്ലാം ഉണ്ടെന്നിരുന്നാൽ തന്നെയും ഒരു നാൾ നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒന്നും നമ്മുടെ കൂടെ പോരുകയുമില്ല. എല്ലാം നമുക്ക് അതൊന്നും പ്രയോജനപ്പെടുകയില്ല. എന്നാൽ പ്രയോജനപ്പെടും ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിനുള്ളതായ സ്നേഹം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള പ്രത്യാശ. ക്രിസ്തുവിനുള്ളതായ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും അതുണ്ടെങ്കിൽ അത് നിത്യസമ്പത്തായിരിക്കും, ക്ഷയിച്ചു പോകാത്ത നിധിയായിരിക്കും, ക്ഷയിച്ചു പോകാത്ത സമ്പത്തായി. അക്ഷയ നിക്ഷേപം എന്ന് പാട്ടുകാരൻ പാടുമല്ലോ, അക്ഷയ നിക്ഷേപം, ക്ഷയിക്കാത്ത നിക്ഷേപമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാന് അത് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ക്ലേശങ്ങളൊന്നും ഉള്ളത്ത് തട്ടിയില്ല, മനസ്സിനെ ക്ഷീണിപ്പിച്ചില്ല. ശരീരം ക്ഷീണിച്ചാലും മനസ്സ് ക്ഷീണിക്കരുത്. നിങ്ങൾ മനസ്സിലാകുന്നോ? ശരീരം ചിലപ്പോൾ ക്ഷീണിച്ചെന്നിരിക്കും, പക്ഷേ മനസ്സ് ക്ഷീണിക്കരുത്.
എന്തെല്ലാം ക്ഷീണം വന്നാലും, ഏതെല്ലാം തരത്തിൽ ആലസ്യങ്ങൾ വന്നാലും, രോഗം വന്നാലും, വേദനകൾ വന്നാലും, പ്രശ്നങ്ങൾ രൂക്ഷമായി വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, ദുർഘടങ്ങൾ വന്നാലും ഇല്ല, മനസ്സ് ക്ഷീണിക്കരുത്. മനസ്സ് ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള പിടുത്തം വേണം. ക്രിസ്തുവിലൊരു പിടുത്തം, മുകളിൽ നിന്ന് കൊമ്പിലൊരു പിടുത്തം വേണം. മുകളിലെ കൊമ്പിലെ പിടിവിട്ടാൽ നാം താഴെ പോകും, നാം അപകടത്തിലാകും. എപ്പോഴും ഉയരത്തിലെ കൊമ്പിൽ നമുക്ക് പിടി വേണം, അവിടെ പിടുത്തം വേണം. അഥവാ ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുന്നതായി ബോധ്യം വേണം, അവൻ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നതായി ബോധ്യം വേണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എന്നെ പിടിച്ചിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ കയ്യിലാണ്, ഞാൻ ഏകാഗിയല്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടില്ല, ഞാൻ അപ്പനുള്ള മകനാണ്, എനിക്കൊരു നാഥനുണ്ട്. അനേകരിന്ന് അപ്പനില്ലാത്തവരുണ്ട്, അമ്മയില്ലാത്തവരുണ്ട്, സ്വന്തം സഹോദരങ്ങളില്ലാത്തവരുണ്ട്, അല്ല മക്കളില്ലാത്തവരുണ്ട്, വിവാഹം നടക്കാത്തവരുണ്ട്, ഭർത്താവ് മരിച്ചുപോയവരുണ്ട്. എന്നാൽ ഞാൻ ഏകാഗിയല്ല എന്നുള്ള ചിന്ത നമുക്ക് ലഭിക്കുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിലുള്ളതായ പിടുത്തം കിട്ടുമ്പോഴാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിക്ടോറിയ മഹാരാജ്ഞിയെക്കുറിച്ച്? ക്വീൻ വിക്ടോറിയ. ക്വീൻ വിക്ടോറിയ എന്നുള്ള പേര് തന്നെ ജയാളി എന്നാണ്, ജയമെടുത്തവൾ എന്നാണ്. ക്വീൻ വിക്ടോറിയ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം പുലർത്തിയ ഒരു മഹതിയായിരുന്നു ക്വീൻ വിക്ടോറിയ. എന്നാൽ ഒരു സമയത്ത് ഭർത്താവ് മരിച്ചുപോയി. ക്വീൻ വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ പറയുകയാണ്, ഐ എം നോ മോർ വിക്ടോറിയ, ഇനി ഞാൻ വിക്ടോറിയ അല്ല, ഇനി ഞാൻ ജയാളിയല്ല, ഞാൻ തോറ്റുപോയി, എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയി, ഞാൻ ഒറ്റപ്പെട്ടുപോയി. ഐ എം നോ മോർ വിക്ടോറിയ, ഇനി ഞാൻ വിക്ടോറിയ അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ളതായ പിടുത്തങ്ങൾ വിട്ടുപോകുമ്പോഴും ക്രിസ്തുവിൽ ഒരു ആശ്രയവും ക്രിസ്തുവിൽ ഒരു ശരണവും നമുക്കുണ്ടെങ്കിൽ നാം എന്നും ജയാളികളായിരിക്കും. മനസ്സ് സമ്പുഷ്ടമായിരിക്കും, മനസ്സ് സന്തുഷ്ടമായിരിക്കും. ഈ സമ്പുഷ്ടവും സന്തുഷ്ടവുമായൊരു മനസ്സ് നമുക്ക് വേണമെങ്കിൽ ക്രിസ്തുവിലുള്ളതായ ആ ഒരു ആശ്രയവും ശരണവും നമുക്കുണ്ടായിരിക്കണം. ഈ ഭൂമിയിൽ തന്നെ ആ ശരണത്തിലേക്ക് നാം വരണം, ശരണത്തിൽ വരണം, ക്രിസ്തുവിൻ്റെ ശരണത്തിൽ വരിക. പിതാക്കന്മാർ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്, ശരണത്തിൽ വരിക. ഇത് ശരണം ഒരു ആശ്രയമല്ല, ക്രിസ്തുവിൽ നാം ലയിച്ചു ചേരുക, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക, അതാണ് ശരണം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, നിൻ ശരണേ മൃതരാം താത സഹോദരിൽ ചൊരിയണമേ മോദപ്പനീരൻ നാഥ. നിന്നിലുള്ളതായ ശരണത്തിൽ നിദ്രഭാവിച്ച ഞങ്ങളുടെ പിതാക്കന്മാരിലും ഞങ്ങളുടെ സഹോദരന്മാരിലും നിൻ്റെ മോദത്തിൻ്റെ പനിനീര്, സന്തോഷത്തെ പനിനീര് നീ തളിക്കണമേ എന്ന്. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിന് കാത്തിയിടും മൃതരിൽ കനിയണമേ എന്ന് പാടുന്നു. എന്താണത്? നിന്നിൽ ശരണത്താൽ നിദ്രയിലായി. ആ ശരണം ക്രിസ്തുവിലായ ശരണം, അത് വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും സ്നേഹം കൊണ്ടും കിട്ടുന്നതാണ്. ക്രിസ്തുവിലുള്ളതായ ശരണം, നിന്നിൽ ശരണത്താൽ നിദ്രയിലായി. ആ ശരണത്തിൽ വേണം മരിച്ചു പോകാൻ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിന് കാത്തിയിടും മൃതരിൽ കനിയണമേ. അതാണ് ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരം അത് ഉണർത്തണമേ കവറിയുന്ന ഉദ്യാനത്തിനായി. ഉദ്യാനം പർദീസ. ശരണത്താലേ നിൻ്റെ കൃപയിൽ ശരണത്താലേ മരണമടഞ്ഞ ദാസന്മാരെ, കർത്താവേ നിന്നിലുള്ള ശരണത്താൽ മരണമടഞ്ഞ ദാസന്മാരെ നിൻ്റെ ജീവസ്വരം, ഒരിക്കൽ നീ രണ്ടാമത് വരുമ്പോൾ നിൻ്റെ ജീവൻ്റെ സ്വരം അവരെ ഉണർത്തണമേ, കബറുകളിൽ നിന്ന് ഉദ്യാനത്തിനായി പർദീസായിലേക്ക് കരയറ്റുന്നതിനായി അവരെ ഉണർത്തണമേ. നാം എന്നും ഈ ശരണത്തിലായിരിക്കണം, ക്രിസ്തുവിൻ്റെ ശരണത്തിൽ. ക്രിസ്തുവിൻ്റെ കരം നമ്മെ പിടിച്ചിരിക്കുന്നതായ ഒരു ഉറപ്പ് നോക്ക് വേണം. ക്രിസ്തു അശുദ്ധമായ ഇതിൽ തൊടുകയില്ലല്ലോ, അശുദ്ധമായ ഇതിൽ തൊടുകയില്ല, തൊടാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ കരം എന്നെ തൊടണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ കരം എന്നെ പിടിക്കണമെങ്കിൽ എന്നുള്ളതായ അശുദ്ധിയെല്ലാം മാറണം, എന്നുള്ളതായ തിന്മയെല്ലാം മാറണം. നമ്മുടെ ആളത്വത്തിൽ അലിഞ്ഞോ ലയിച്ചോ കിടക്കുന്നതായ പാപപ്രവണതകൾ എല്ലാം മാറിയെങ്കിൽ മാത്രമേ കർത്താവിന്മേ കയറി പിടിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിൻ്റെ കരം നമ്മെ പിടിക്കത്തക്കവണ്ണം നാം വിശുദ്ധരായി നിൽക്കണം. ഇതെല്ലാം നമ്മുടെ ദാഹമായിരിക്കണം, നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കണം. നാം വെറുതെ പ്രസംഗങ്ങൾ കേട്ടുപോയിട്ട് കാര്യമില്ല, വേദപുസ്തകം വായിച്ചു പോയിട്ടും കാര്യമില്ലെന്ന് ഞാൻ പറയും. നേരെ മറിച്ച് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഓരോന്നിൻ്റെയും അർത്ഥം ഗ്രഹിച്ച്
നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം. ക്രിസ്തുവിലുള്ളതായ ശരണം, ക്രിസ്തുവിലുള്ളതായ ആശ്രയം. ഈ ഭൂമിയിൽ വെച്ച് ക്രിസ്തുവിലുള്ളതായ ശരണത്തിലായി തീരണം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ, ക്രിസ്തുവിലുള്ളതായ പ്രത്യാശ കൈമോശം വരാതെ സൂക്ഷിക്കുന്നവൻ, ക്രിസ്തുവിലുള്ളതായ വിശ്വാസം പുലർത്തുന്നവൻ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്നും ആ ശരണത്തിൽ നിൽക്കാൻ സാധിക്കും. വിശ്വാസം, സ്നേഹം, പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. നാം ഇപ്പോൾ ഇവിടെ വായിച്ചത് അപ്പോസ്തലൻ ഏകാഗിയായി പത്മോസിൽ കിടക്കുമ്പോൾ തേജോമയനായ ക്രിസ്തു വെളിപ്പെട്ടു. തേജോമയനായ ക്രിസ്തു, അതൊരു അത്ഭുതകരമായ അനുഭവമാണ്. ക്രിസ്തു വെളിപ്പെടുക. നാം ആരും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. ക്രിസ്തുവിനെ അക്ഷരീയമായ ഒരു രൂപമായിട്ടോ ഒരാകൃതിയായിട്ടോ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വാംശീകരിക്കാൻ സാധിക്കും, നമുക്ക് അനുഭവമാക്കാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാക്കാൻ സാധിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ അരികത്ത് വരുന്നത് നമുക്ക് അനുഭവിക്കാം. നാം തിരുവചനം വായിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവിക്കാം. നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. അതൊരനുഭവമാണ്, അതറിവല്ല, അതൊരു തോന്നലല്ല, ഊഹാപോഹവുമല്ല, അതൊരനുഭവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തു നമ്മുടെ അരികത്തേക്ക് വരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റാത്തതിന് കാരണം നിങ്ങളുടെ ഉള്ളം നീറിപ്പോകുന്നില്ല. അസഹ്യമായ, താങ്ങാൻ വയ്യാത്തതായ ദുരിതങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്ന് നിങ്ങളുടെ ഉള്ളാടി ഉലയുമ്പോൾ, ഉരുകി വലയുമ്പോൾ, അപ്പോഴാണ് നിങ്ങൾ അത്യാവശ്യക്കാരായി നിലവിളിക്കുന്നത്. യോ കർത്താവേ, നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ സഹായിച്ചേ പറ്റുകയുള്ളൂ. കർത്താവേ, നീ എൻ്റെ അരികത്തേക്ക് വന്നേ പറ്റുകയുള്ളൂ എന്നുള്ളതായി നിലവിളി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയരും. യേശുവേ, നീ എൻ്റെ അരികിലേക്കൊന്ന് വരണമേ. നീ എന്നെ താങ്ങിയില്ലെങ്കിൽ ഞാൻ നിൽക്കുകയില്ല കർത്താവേ. ഞാൻ വലഞ്ഞു പോകുന്നു, ഞാൻ വീണു പോകുന്നു, ഞാൻ താണു പോകുന്നു. അയ്യോ, നിലയില്ലാ കയത്തിലേക്ക് താണു പോകുന്നു നാം നിലവിളിച്ചു പോകും. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവമായി തീരുന്നത്. അപ്പോഴാണ് നാം അത്യാവശ്യക്കാരായി നിലവിളിക്കുന്നത്. കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, നമസ്കാരങ്ങൾ ഉരുവിടുന്നുണ്ട്. പക്ഷേ ഇത് അനുഭവമായി തീരുന്നത് നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. ചില മാരകമായ രോഗങ്ങൾ വരുന്നു. എൻ്റെ കർത്താവേ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആർക്കറിയാം? ഇതാ എൻ്റെ ആയുസ് തീരാൻ പോവുകയാണോ? മാരകമായ രോഗങ്ങൾ വരുന്നു. വളരെ ഭയാനകമായ ചില കെടുതികളിൽ ചെന്ന് വീഴുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ വലിയ പ്രതിസന്ധികളിലാകുന്നു, അല്ലെങ്കിൽ മരണത്തെ നേരിടേണ്ടി വരുന്നു. പെട്ടെന്നുണ്ടാകുന്ന വിയോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്നതായ അത്യാഹിതങ്ങൾ, ഇങ്ങനെയുള്ളതായ സമയങ്ങളിൽ, വലഞ്ഞു പോകുന്ന സമയങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാകും. കാരണം അപ്പോൾ നാം അത്യാവശ്യക്കാരാണ്, എല്ലാം അത്യാവശ്യക്കാരാണ്. പക്ഷെ അതല്ല, കൂടിയേ കഴിയൂ എന്നുള്ള നിർബന്ധത്തോടുള്ളതായ ദാഹാർത്ഥമായ പ്രാർത്ഥന, ദാഹമുള്ളിൽ നിറഞ്ഞുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവമാക്കാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ദ വെരി പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അനുഭവിക്കണം. നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടണമല്ലോ, കർത്താവിൻ്റെ അരികത്തുനിന്ന് വരണമല്ലോ, കർത്താവിൻ്റെ തൃക്കരം എൻ്റെ തലമേൽ നിന്ന് വെക്കണമല്ലോ, കർത്താവിൻ്റെ കരം എൻ്റെ കരത്തിൽ പിടിക്കണമല്ലോ, കർത്താവിൻ്റെ കണ്ണുനീരിന് തുടയ്ക്കണമല്ലോ. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? വാസ്തവമായി ആഗ്രഹിച്ചിട്ടുണ്ടോ? കാണാം, ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വരുന്നത് നിങ്ങളെ തൊടുന്നത് നിങ്ങൾക്ക് അനുഭവമാകാൻ സാധിക്കും. അനുഭവിക്കണം, അനുഭവമാണ്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോൾ ഇങ്ങനെ വെറും പുറമെ ഒരു അനുഭവം തോന്നലല്ല, അക്ഷരീയമായി തേജോമയനായി ക്രിസ്തു വെളിപ്പെട്ടു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി ക്രിസ്തു വെളിപ്പെട്ടു. മാറത്ത് പൊൻകച്ച കിട്ടിയവനായി ക്രിസ്തു വെളിപ്പെട്ടു. ഒലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുകളോട് കൂടിയവനായി ക്രിസ്തു വെളിപ്പെട്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലത്തെ മഹാശബ്ദത്തോടു കൂടിയവനായി ക്രിസ്തു വെളിപ്പെട്ടു. മഹാകാഹളത്തിനൊത്തുള്ള ശബ്ദത്തോട് ക്രിസ്തു വെളിപ്പെട്ടു. ക്രിസ്തു വെളിപ്പെട്ടു, അപ്പോസ്തലന് കാണപ്പെട്ടു, ക്രിസ്തുവിനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ മരിച്ചവനെ പോലെയായി, വീണു, കാൽക്കൽ വീണു. ക്രിസ്തുവിൻ്റെ സ്വരം കേട്ടു, ക്രിസ്തുവിനെ കണ്ടു, കാൽക്കൽ വീണു. അപ്പോഴാണ് പറയുന്നത്, നിനക്ക് ഞാൻ ജോലി ഏൽപ്പിക്കുകയാണ്, ഒരു ജോലി നിനക്ക് തരുന്നു, നീ എഴുതുക.
എഴുതി 7 സഭകൾക്ക് നീ അയക്കുക. 7 സഭകൾ. ഈ 7 സഭകൾക്കും നീ ഞാൻ തരുന്ന ദൂത് എഴുതി അയക്കുക. അപ്പോസ്തലൻ അത്ഭുതത്തോടെ ആ രംഗത്തങ്ങ് ഇരിക്കുകയാണ്. തന്നെത്താൻ മറന്നിരിക്കുകയാണ്. ആ തേജസ്സിലങ്ങ് ലയിച്ചിരിക്കുകയാണ്. ആനന്ദാനുഭൂതിയിലങ്ങ് അമഗ്നനായിരിക്കുകയാണ്. അതിലങ്ങ് ലയിച്ച് അലിഞ്ഞിരിക്കുകയാണ് തേജസ്സിൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതും പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ തേജസ്സിലൊന്ന് ലയിക്കാനിടയാകുമോ? ദൈവ സാന്നിധ്യത്തിൻ്റെ തേജസ് എനിക്ക് നീ തരുമോ? കർത്താവിൻ്റെ തൃക്കരവിനെ തലോടുന്നത് എനിക്കൊന്ന് അനുഭവമാകുമോ? എൻ്റെ നീറിപ്പോയുന്ന ഹൃദയത്തിൽ കർത്താവെ ഒരു കുളിർമ പകരാൻ നിൻ്റെ തൃക്കരൻ്റെ തലമേലൊന്ന് വയ്ക്കുമോ? തൃക്കരം എൻ്റെ തലമേലൊന്ന് വയ്ക്കുമോ? കർത്താവെ, എൻ്റെ ഉലഞ്ഞുപോയ ജീവിതത്തിൽ, ആടിയുലയുന്ന ജീവിതത്തിൽ, തകർന്നുപോയ ജീവിതത്തിൽ, അസ്വസ്ഥമായ ജീവിതത്തിൽ, രോഗഗ്രസ്തമായ ഈ ശരീരത്തിൽ, മാറാവ്യാധി വന്നിരിക്കുന്ന ഈ ശരീരത്തിൽ എൻ്റെ കർത്താവെ, നിൻ്റെ തൃക്കരം ഒന്ന് തൊടുമോ? ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇല്ലേ? നിങ്ങൾക്ക് പലർക്കും പ്രശ്നങ്ങളില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ചില ദുരിതങ്ങളില്ലേ? മനസ്സ് ഉലഞ്ഞും വലഞ്ഞുമല്ലേ ഇരിക്കുന്ന പലരുടെയും? ഉള്ളം നീറുന്നില്ലേ? പുകയുന്നില്ലേ? ഇല്ലേ? ഉരുകുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളത് നല്ലതാണ്. ജീവിതത്തിൽ ചില അത്യാവശ്യങ്ങളുള്ളത് നല്ലതാണ്. ചില പ്രാരബ്ധങ്ങളോ ഭാരങ്ങളോ ഉള്ളത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തോന്നും, അയ്യോ അതെങ്ങനെ സഹിക്കുമെന്ന്. അങ്ങനെയല്ല, സത്യമാണ് ഈ പറയുന്നത്. ചില പ്രതിസന്ധികളുള്ളത് നല്ലതാണ്. ചില എതിർപ്പുകളും പോരാട്ടങ്ങളും ഉള്ളത് നല്ലതാണ്. ചില മനോവൈഷമ്യങ്ങളുള്ളത് നല്ലതാണ്. താങ്ങാൻ വയ്യാത്ത ചില വിപത്തുകൾ വരുന്നതും അതുപോലും നല്ലതാണ്. എന്തിന്? എല്ലാം കർത്താവ് നന്മയ്ക്കാക്കി മാറ്റിത്തരും. എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിക്കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിത്തരും. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണോ? തീർച്ചയായും കർത്താവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാക്കി കർത്താവ് തീർത്തു തരും. നന്മയ്ക്കാക്കി തീർത്തു തരും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ യേശുക്രിസ്തുവിനെ തേജോമയനായി കണ്ടു. നാം വായിക്കുന്നു, കർത്താവ് പറയുകയാണ്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. നീ എഴുതേണ്ടത് ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഒരു നല്ല ജോലി ഏൽപ്പിക്കുകയാണ്. ഈ വാർദ്ധക്യത്തിൽ നല്ലൊരു ജോലി ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വാർദ്ധക്യത്തിൽ ഒരു ജോലി കിട്ടുന്നു. എന്താണ് ജോലി? നീ എഴുതുക. നീ എഴുതണം. എന്താണ് എഴുതേണ്ടത്? നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. അതാണ് നീ എഴുതേണ്ടത്. എന്തൊക്കെയാണ്? ചെറിയ കാര്യമല്ല. നീ കണ്ടത് എഴുതണം, ഇപ്പോൾ ഉള്ളത് എഴുതണം, ഇനി സംഭവിക്കാനിരിക്കുന്നത് എഴുതണം. നീ കണ്ടത് പാസ്റ്റ് ടെൻസ്, പഴയകാലം, ഭൂതകാലം. ഇപ്പോൾ ഉള്ളത് പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം, ഇപ്പോഴത്തെ കാലം. ഇനി സംഭവിക്കാനിരിക്കുന്നത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം. ഇത് മുഴുവൻ നീ എഴുതണം. കഴിഞ്ഞ കാലം, ഇപ്പോൾ ഉള്ളത്, വരും കാലം, ഇതെല്ലാം നീ എഴുതണം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നതും നീ എഴുതുക. ദൈവത്തിന് സ്തോത്രം. എഴുതുക എന്ന് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ എഴുതാനുള്ള വക കൊടുത്തിട്ടേ പറയുകയുള്ളൂ. നിങ്ങളോട് കർത്താവ് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃപ നിങ്ങൾക്ക് തന്നിരിക്കും, ഉറപ്പാണ്. ഒരു കാര്യം നിങ്ങളോട് കർത്താവ് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്പെസിഫിക്കായ ഒരു കാര്യം, വ്യക്തമായിട്ട് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃപ കർത്താവ് തരും. കർത്താവിൻ്റെ വചനം 2 വിധത്തിലുണ്ട്. ഒന്ന് ലോഗോസ്, മറ്റൊന്ന് റീമ. ലോഗോസ് പൊതുവായിട്ടുള്ള വചനമാണ്. ലോഗോസ് പൊതുവായിട്ടുള്ള വചനം. മോശയുടെ കാലത്ത് മോശ 600,000 പേരെ കൂട്ടിക്കൊണ്ടുപോയി ചെങ്കടലിൻ്റെ എഴുതി തന്നപ്പോൾ മോശ പരിഭ്രമിച്ചു. മോശ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വടിയോടുകൂടി കൈ ചെങ്കടലിന്മേൽ നീട്ടി, ചെങ്കടൽ 2 പിളർന്നു. അതൊരു ലോഗോസാണ്, വചനമാണ്. അത് റീമയാകണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായി കർത്താവ് നമ്മോട് അരുളി ചെയ്യണം. നമുക്ക് കർത്താവ് വ്യക്തിപരമായ ഒരു വചനം തരണം. ഒരു പ്രത്യേക കാര്യം ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക വ്യക്തിയോട് പറയുന്നതാണ്
റീമ. വചനം രണ്ട്, ഒന്ന് ലോഗോസ്, മറ്റൊന്ന് റീമ. നമുക്കെല്ലാം ലോഗോസ് ഉണ്ട്. ഈ വേദപുസ്തകത്തിൽ ലോഗോസ് കിട്ടുന്നുണ്ട്. ഒരിക്കൽ സൗത്ത് കൊറിയയിൽ അവിടെ രണ്ട് ദൈവഭക്തിയുള്ള യുവതികൾ അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്. പെട്ടെന്നാണ് ഒരു പേമാരി പെയ്തത്. മഴയങ്ങ് പെയ്ത് ഭയങ്കരമായിട്ട് മഴ പെയ്ത് പെരുവെള്ളം കവിഞ്ഞ് നദിയെല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. അവർക്ക് ആ നദി കടന്ന് പോകണം. അവർ പറഞ്ഞു, മോശയുടെ കാലത്ത് വെള്ളം വിഭജിച്ചല്ലോ, അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ വെള്ളം ഞങ്ങൾക്ക് വേണ്ടി വിഭജിച്ച് തരണം, 2 ദിവസത്തേക്ക് മാറി തരണം, നമുക്ക് പ്രാർത്ഥിക്കാം. അവരാ കരയിൽ നിന്ന് പ്രാർത്ഥിച്ചു, ധൈര്യമായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ അവർ പറയുന്നത്, യോശുവയുടെ കാലത്ത് പുരോഹിതന്മാർ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ വെള്ളത്തിലേക്ക്, യോർദാനായിട്ടിലേക്ക് ഇറങ്ങി അവരുടെ കാല് വെള്ളത്തിൽ തൊട്ടപ്പോൾ യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. വേദപുസ്തകം അങ്ങനെയുണ്ടല്ലോ. അവരിറങ്ങി, അവർ മുന്നോട്ട് പോയി, വെള്ളം മാറുന്നില്ല, മുന്നോട്ട് പോയി, വെള്ളം മാറുന്നില്ല, അവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. അതെന്താണ്? അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക റീമായില്ല അവിടെ, പ്രത്യേകമായി അവർക്ക് വേണ്ടിയുള്ള വചനമില്ല. നിങ്ങൾ ഇപ്പോൾ കാൽ വെള്ളത്തിൽ ചവിട്ടിയാൽ വെള്ളം 2ആയി തിരിയും. അവർക്ക് അങ്ങനെ ഒരു വചനം കിട്ടിയിട്ടില്ല. അവർക്കുള്ള പ്രത്യേകമായ വചനം കിട്ടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാളോട് ഞാൻ വേദപുസ്തകത്തിലൊരു വാക്യം പറഞ്ഞു കൊടുത്തു. വേദപുസ്തകത്തിലൊരു വാക്യം, അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരിഞ്ഞിരിക്കുന്ന തിത്തിരി പക്ഷി പോലെയാകുന്നു. ആയുസിൻ്റെ മധ്യത്തെങ്കിൽ അത് അവന് വിട്ടുപോകും എന്ന വാക്യം യെരമ്യാ പ്രവചനം 17-ാം അധ്യായം 11-ാം വാക്യം. അത് പറഞ്ഞു കൊടുത്തു. അത് ആൾക്കുള്ള റീമയാണ്. വേദപുസ്തകത്തിൽ ആ വാക്യമുണ്ട്, പക്ഷേ ആ വ്യക്തിക്ക് ആ വാക്യം പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് റീമയായി. മനസ്സിലായോ നിങ്ങൾക്ക്? വ്യക്തിപരമായ റീമ, വ്യക്തിപരമായ ഒരു വചനം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ചില റീമ നമുക്ക് തരും, വ്യക്തിപരമായ ചില വചനം നമുക്ക് തരും. ഭയപ്പെടണം. വ്യക്തിപരമായ റീമ കിട്ടിയെങ്കിൽ നാം ഉടനെ അനുസരിച്ച് കൊള്ളണം. വ്യക്തിപരമായ ഒരു വചനം നമുക്ക് കിട്ടിയെങ്കിൽ ഉടനെ അനുസരിച്ച് കൊള്ളണം. വേദപുസ്തകത്തിലുള്ള വചനം അത് ദാറ്റ്സ് ലോഗോസ്, അത് ലോഗോസാണ്. അത് സാർവത്രികമാണ്, സർവ്വലൗകികമാണ്, സർവ്വജനീനമാണ്. എല്ലായിടത്തും എല്ലാവർക്കും എല്ലാ കാലത്തും വേണ്ടതായ വചനമാണ്. അതല്ല, വ്യക്തിപരമായി ഒരാൾക്ക് സ്പെസിഫിക്കായിട്ട് കിട്ടുന്നതായ വചനം, പ്രത്യേകിച്ച് കിട്ടുന്നതായ വചനം, അതാണ് റീമ. ദൈവത്തിന് സ്തോത്രം. നീ എഴുതുക. അപ്പോൾ അതിനോട് പറഞ്ഞു, ഇപ്പോൾ ഉള്ളത്, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനി സംഭവിക്കാനിരിക്കുന്നത് നീ എഴുതുക. വ്യക്തിപരമായി അപ്പോസ്തലന് ഒരു വചനം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങൾക്ക് വ്യക്തിപരമായ വചനങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വ്യക്തിപരമായ വചനങ്ങൾ, വ്യക്തിപരമായ വാഗ്ദാനങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കൂ. വ്യക്തിപരമായ വാഗ്ദാനങ്ങൾ. കർത്താവ് നിങ്ങളെക്കുറിച്ച് കാണുന്നതായ ചില കർത്താവിൻ്റെ വചനങ്ങൾ, കർത്താവ് കാണുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായി കിട്ടിയ വചനങ്ങൾ നിങ്ങൾ അത് തലയേറ്റിക്കൊണ്ട് നടക്കുക, ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് നടക്കുക. ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, നീ ഇത് എഴുതുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരാളോട് പറയുന്നു, നീ എല്ലാം വിട്ട് എൻ്റെ പിന്നാലെ വരിക, എല്ലാം വിട്ട് എൻ്റെ പിന്നാലെ വരിക. ആ ചെറുപ്പക്കാരൻ, അവൻ ധാരാളം സമ്പന്നനായിരുന്നു. നിനക്കുള്ള സ്വത്തൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ വരിക എന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നിനക്കുള്ള സമ്പത്തൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എൻ്റെ പിന്നാലെ വരിക. അവൻ ചിന്തിച്ചു, കർത്താവ് എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്? വേറെ ആരോടും ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, എല്ലാം വിൽക്കാൻ പറഞ്ഞില്ലല്ലോ. എത്രയോ പേര് കർത്താവിന് പിന്നാലെ വരുന്നുണ്ട്, അവർക്കാരും ഇങ്ങനെ ഒരു വചനം കൊടുത്തില്ലല്ലോ, എനിക്കാണല്ലോ ഈ വചനം തന്നത്, അതെന്താ? അവിടെ അവന് ചോദ്യമായി, അവനത് അസത്യമായിരുന്നു, പ്രയാസമായിരുന്നു. അതുപോലെ അങ്ങ് അംഗീകരിപ്പം പ്രയാസമായിരുന്നു. ഫലമോ, അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം.
ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും ഇവർ ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. അവനത് അനുസരിക്കാൻ കഴിഞ്ഞില്ല. അവന് കൊടുത്തതായ വ്യക്തിപരമായ വചനം അനുസരിക്കാൻ കഴിഞ്ഞില്ല. വ്യക്തിപരമായി ലഭിക്കുന്ന വചനം നാം അനുഭവിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നോക്കൂ, ഇവിടെ അപ്പോസ്തലനായ യോഹന്നാനോട് പറയുകയാണ്, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും നീ എഴുതുക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വ്യക്തിപരമായി ഏതെങ്കിലും വചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് അത് ചിന്തിക്കൂ. വ്യക്തിപരമായ വചനങ്ങൾ, കർത്താവ് നിങ്ങളോട് നേരിട്ട് സംസാരിച്ച വചനങ്ങൾ, അരുളപ്പാടുകളായി സംസാരിച്ച വചനങ്ങൾ, ദൈവത്തിൻ്റെ വെളിപ്പാടുകളായി ലഭിച്ച വചനങ്ങൾ, ആത്മാവ് നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകരുത്, ഒട്ടും താമസിക്കരുത്. വേഗം അനുസരിച്ച് കൊള്ളുക. വേഗം അനുസരിച്ച് കൊള്ളുക. ഒരു അണുപോലും വ്യത്യാസം വരാതെ മുഴുവനായി അംഗീകരിച്ചു കൊള്ളുക, മുഴുവൻ അനുസരിച്ച് കൊള്ളുക. മനസ്സിലാവില്ലായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് വരും, സാരമില്ല. നിങ്ങൾ അനുസരിച്ച് കൊള്ളുക, എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. സർവശക്തിയിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. സർവശക്തിയിലേക്ക് തിരിഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കും. താഴ്മയ്ക്കും യഹോഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. വചനം നിങ്ങൾ അനുസരിക്കുക, വചനപ്രകാരം ജീവിക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.